ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജിയിൽ നിന്നുള്ള 6ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ 5 ചാപ്റ്റർ വരെ, ബയോളജിയിൽ നിന്നുള്ള 5 ചാപ്റ്റർ വരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ 6ാമത്തെ ചാപ്റ്റർ, ബയോളജിയിൽ നിന്നുള്ള 6ാമത്തെ ചാപ്റ്റർ, ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിനെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ? നമ്മുടെ മാതാപിതാക്കളിലെ സവിശേഷതകൾ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ സന്താനങ്ങളിലേക്ക് എന്ത് ചെയ്യുക? വ്യാപരിക്കുക. അതാണ് പാരമ്പര്യം. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളെയാണ് വ്യതിയാനങ്ങൾ അഥവാ വേരിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളാണ് വ്യതിയാനങ്ങൾ. പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്? ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജനിതക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ? പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവാരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ തൻ്റെ പരീക്ഷണം നടത്തിയ ചെടി ഏതാണ്? അത് തോട്ടപ്പയറിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? തൻ്റെ പരീക്ഷണം നടത്തിയത്. ഇനി തോട്ടപ്പയറിൻ്റെ ശാസ്ത്രനാമം എന്താണ്? പൈസം സറ്റൈവം എന്നതാണ്. നമ്മൾ പയറൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്നവരുണ്ട്. അപ്പോൾ പൈസ ഓർമ്മിച്ചാൽ മതി. പയർ പൈസ കൊടുത്ത് വാങ്ങുന്നു. തോട്ടപ്പയറിൻ്റെ നാമം എന്താണ്? അതാണ് പൈസം സറ്റൈവം. തോട്ടപ്പയറിലെ എത്ര ജോഡി വിപരീത ഗുണങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണമാണ് മെൻഡൽ പഠന വിധേയമാക്കിയത്? അപ്പോൾ തോട്ടപ്പയറിലെ എത്ര ജോഡി വിപരീത ഗുണങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണമാണ് മെൻഡൽ പഠന വിധേയമാക്കിയതെന്ന് ചോദിച്ചാൽ 7 ജോഡി വിപരീത ഗുണങ്ങളെയാണ് മെൻഡൽ എന്ത് ചെയ്തത്? പഠന വിധേയമാക്കിയത്. മെൻഡൽ പഠന വിധേയമാക്കിയ 7 ഗുണങ്ങളാണ് നമ്മൾ പറയുന്നത്. ചെടിയുടെ ഉയരം, പൂവിൻ്റെ സ്ഥാനം, വിത്തിൻ്റെ ആകൃതി, വിത്തിൻ്റെ ആവരണത്തിൻ്റെ നിറം, ബീജപത്രത്തിൻ്റെ നിറം, ഫലത്തിൻ്റെ ആകൃതി, ഫലത്തിൻ്റെ നിറം, ഇങ്ങനെ തുടങ്ങി 7 ഗുണങ്ങളെയാണ് മെൻഡൽ എന്ത് ചെയ്തത്? പഠന വിധേയമാക്കിയത്. അപ്പോൾ ചെടിയുടെ ഉയരം, പൂവിൻ്റെ സ്ഥാനം, വിത്തിൻ്റെ ആകൃതി, വിത്തിൻ്റെ ആവരണത്തിൻ്റെ നിറം, ബീജപത്രത്തിൻ്റെ നിറം, ഫലത്തിൻ്റെ ആകൃതി, ഫലത്തിൻ്റെ നിറം തുടങ്ങി 7 ഗുണങ്ങളെ ആര് പഠന വിധേയമാക്കി? മെൻഡൽ പഠന വിധേയമാക്കി. ഇനി നമ്മുടെ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ജനിച്ചത് ഓസ്ട്രിയയിലെ ബ്രൺ എന്ന സ്ഥലത്താണ് ജനിച്ചത്. ജനിച്ച വർഷം എന്നാണ്? 1822 ഓസ്ട്രിയയിലെ ബ്രൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത്? നമ്മുടെ മെൻഡൽ ജനിക്കുന്നത്. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ 1ാം തലമുറയിലെ സന്തതികളിൽ പ്രകടമാകുന്ന വിപരീത ഗുണം ഏതാണ്? അപ്പം നമ്മൾ ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കരണത്തിന് വിധേയമാക്കിയാൽ 1ാം തലമുറയിലെ സന്തതികളിൽ പ്രകടമാകുന്ന വിപരീത ഗുണമാണ് പ്രകട ഗുണം. അപ്പം എന്താണ്? വിപരീത ഗുണങ്ങളെ നമ്മൾ എന്ത് ചെയ്താൽ വർഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ 1ാം തലമുറയിലെ സന്തതികളിൽ പ്രകടമാകുന്ന വിപരീത ഗുണം ഏതാണ്? അതാണ് പ്രകട ഗുണം. ഇനി ഇവിടെ നമ്മൾ പറയുന്നു ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ 1ാം തലമുറയിലെ സന്തതികളിൽ മറഞ്ഞിരിക്കുന്ന വിപരീത ഗുണം ഏതാണ്? അതാണ് ഗുപ്തഗുണം. അപ്പം മറഞ്ഞിരിക്കുന്ന വിപരീത ഗുണം ഏതാണ്? അത് ഗുപ്തഗുണം. പ്രകടമാകുന്ന വിപരീത ഗുണം ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ എന്ത് പറയണം? പ്രകട ഗുണമെന്ന് പറയും. അടുത്ത് നമ്മൾ പറയുന്നത് ജീനുകളും അലീലുകളുമാണ്.
മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ലിംഗകോശങ്ങളിലെ ഘടകങ്ങളെയാണ് ജീനുകൾ എന്ന് പറയുന്നത്. അപ്പം ജീനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകളിൽ സന്താനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ലിംഗകോശങ്ങളിലെ ഘടകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജീനുകൾ എന്ന് പറയുന്നത്. ഇനി ഒരു സ്വഭാവത്തെ നിർണയിക്കുന്ന ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് അലീലുകൾ. അപ്പോൾ എന്താണ് അലീലുകൾ എന്ന് പറഞ്ഞാൽ? ഒരു സ്വഭാവത്തെ നിർണയിക്കുന്ന ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അലീലുകൾ എന്ന് പറയുന്നത്. സാധാരണയായി ഒരു ജീനിൽ 2 അലീലുകൾ കാണപ്പെടുന്നു. അപ്പോൾ സാധാരണയായി ഒരു ജീനിൽ എത്ര ജീനുകൾ കാണപ്പെടുന്നു? 2 അലീലുകളാണ് ഒരു ജീനിൽ കാണപ്പെടുന്നത്. അപ്പോൾ ജീനിൽ എത്ര അലീലുകളുണ്ട്? സാധാരണയായി ഒരു ജീനിൽ 2 അലീലുകൾ കാണപ്പെടുന്നു. 1-ാം തലമുറയിൽ പ്രകടമാകുന്ന ഗുണത്തെ നിർണ്ണയിക്കുന്ന അലീലിനെ സൂചിപ്പിക്കുന്നത് ഇംഗ്ലീഷിലെ വലിയ അക്ഷരമായ T ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമ്മൾ 1-ാം തലമുറയിൽ പ്രകടമാകുന്ന ഗുണത്തെ നിർണ്ണയിക്കുന്ന അലീലിനെ എങ്ങനെ സൂചിപ്പിക്കും? ഈ T എന്ന അക്ഷരം കൊണ്ട്, ക്യാപിറ്റൽ T എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. 1-ാം തലമുറയിൽ പ്രകടമാകാത്ത ഗുണത്തെ നിർണ്ണയിക്കുന്ന അലീലിനെ എങ്ങനെ സൂചിപ്പിക്കും? അത് ഇംഗ്ലീഷ് ചെറിയ അക്ഷരമായ T ഉപയോഗിച്ച് സൂചിപ്പിക്കും. അപ്പോൾ 1-ാം തലമുറയിൽ പ്രകടമാകുന്ന ഗുണത്തെ നിർണ്ണയിക്കുന്ന അലീലിനെ ക്യാപിറ്റൽ T എന്നും 1-ാം തലമുറയിൽ പ്രകടമാകാത്ത ഗുണത്തെ നിർണ്ണയിക്കുന്ന അലീലിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? സ്മോൾ ടിയിലുമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അടുത്ത് ഗ്രിഗർ മെൻഡൽ രൂപീകരിച്ച അനുമാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറയുന്നത് ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. 1-ാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാകുകയും മറ്റൊന്ന് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കണ്ടെത്തിയത് എന്തൊക്കെയാണ്? 1-ാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാവുകയും മറ്റൊന്ന് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. 1-ാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ 2-ാം തലമുറയിൽ എന്ത് ചെയ്യുന്നു? പ്രകടമാകുന്നു. അപ്പോൾ 1-ാം തലമുറയിൽ ഒരു ഗുണം പ്രകടമാകുന്നു, മറ്റൊന്ന് മറഞ്ഞിരിക്കുന്നു. ഇനി 2-ാം തലമുറ 1-ാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണം 2-ാം തലമുറയിൽ വരുമ്പോൾ എന്ത് ചെയ്യും? അത് അവിടെ പ്രകടമാകുന്നു. 2-ാം തലമുറയിലെ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതം എത്രയാണെന്ന് ചോദിച്ചാൽ 3:1 എന്ന നിരക്കിലാണ് 2-ാം തലമുറയിലെ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതം. അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ നിഗമനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ നോക്കുന്നു. എന്താണ്? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് 1-ാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാകുന്നു, മറ്റൊന്ന് മറഞ്ഞിരിക്കുന്നു. 2-ാം തലമുറയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? മറഞ്ഞിരിക്കുന്ന ഗുണം എന്ത് ചെയ്യുന്നു? അവിടെ പ്രകടമാകുന്നു. 2-ാം തലമുറയിൽ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 3:1. മെൻഡലിൻ്റെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ച വർഷമെന്നാണ്? 1866 മെൻഡലിൻ്റെ കണ്ടെത്തലുകൾ എന്ത് ചെയ്തത്? പ്രസിദ്ധീകരിക്കുന്നത്. ഗ്രിഗർ മെൻഡലിൻ്റെ അനുമാനങ്ങൾ നിയമങ്ങളായി പുനരാവിഷ്കരിച്ചത് ഏത് വർഷമാണ്? 1900 അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ 1866 പ്രസിദ്ധീകരിച്ചെങ്കിലും എന്ത് സംഭവിച്ചില്ല? അത് ഒരു നിയമമായി എന്ത് ചെയ്യാനായിട്ട് നിലവിൽ വരാൻ എത്ര വർഷമെടുത്തു? 1900 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഗ്രിഗർ മെൻഡലിൻ്റെ അനുമാനങ്ങൾ ശാസ്ത്രീയമായി അംഗീകരിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പഠനഫലങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പഠനഫലങ്ങൾ ഒരു നിയമമായി പ്രസിദ്ധീകരിച്ചത് 1900 പഠിച്ചു. നിയമമായിട്ട് വന്നത് 1900. ഗ്രിഗർ മെൻഡലിൻ്റെ അനുമാനങ്ങൾ അങ്ങനെ ശാസ്ത്രീയമായി അംഗീകരിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പഠനഫലങ്ങൾ പ്രസിദ്ധീകരിച്ചവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ കാൾ കോറൻസ്, എറിക് ഷെർമാക്ക്,
ഹ്യൂഗോ ഡി വ്രീസ് എന്നിവരാണ് നമ്മുടെ മെൻഡലിൻ്റെ പഠനങ്ങൾ പഠന ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചത്. കാൾ കോറൻസ്, എറിക് ഷെർമാക്ക്, ഹ്യൂഗോ ഡി വ്രീസ്. അപ്പോൾ ഇവർ 3 പേരും ചേർന്നിട്ടാണ് നമ്മുടെ മെൻഡലിൻ്റെ അനുമാനങ്ങൾ ശാസ്ത്രീയമായി അംഗീകരിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പഠനഫലങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചത്. മെൻഡലിൻ്റെ അനുമാനത്തിൽ നിന്നും സന്താനങ്ങളിൽ വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നതിന് കാരണം എന്താണ്? ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു. അപ്പം മെൻഡൽ കണ്ടെത്തിയത് എന്താണ്? ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു എന്നൊരു നിയമമാണ് ആര് കണ്ടെത്തിയത്? നമ്മുടെ ഗ്രിഗർ മെൻഡൽ കണ്ടെത്തിയത്. മെൻഡൽ വിശേഷിപ്പിച്ച പാരമ്പര്യവാഹകർ ആണ് DNA ജീനുകളാണ്. അപ്പം മെൻഡൽ വിശേഷിപ്പിച്ച ആ പാരമ്പര്യവാഹകർ, ആ മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങളിലേക്ക് പകരുന്ന പാരമ്പര്യവാഹകരാണ് DNA ജീനുകളാണ് ഈ പാരമ്പര്യവാഹകർ. DNA എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? DNA എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് DNA എന്ന് പറഞ്ഞാൽ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് DNA എന്ന് പറയുന്നത്. DNA ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നാണ് DNA ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചത്. അപ്പോൾ വാട്സന് നമുക്ക് വട്ടനാക്കാം. വാട്സനും ഒരു ക്രിക്കനും ചേർന്നിട്ട്, ഒരു വട്ടനും ഒരു ക്രിക്കനും. അപ്പോൾ ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കും കൂടി ചേർന്നാണ് DNA ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചത്. DNA ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ച വർഷം എന്നാണ്? 1953 DNA ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചത്. അപ്പോൾ DNA ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ച വർഷം ചോദിച്ചാൽ 1953. DNA ചുറ്റുകോവണിയുടെ മാതൃകയ്ക്ക് വാട്സനും ക്രിക്കിനും നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ DNA ചുറ്റുകോവണി മാതൃക കണ്ടുപിടിച്ചതിന് നമ്മുടെ ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കിനും എന്ത് ലഭിച്ചു? നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അവർക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷം എന്നാണ്? 1962. ചുറ്റുകോവണി മാതൃക പ്രകാരം DNA തന്മാത്ര 2 ഇഴകൾ ചേർന്നതാണ്. അപ്പോൾ ചുറ്റുകോവണി പ്രകാരം എന്താണ്? DNA തന്മാത്ര ഇതേപോലെ 2 ഇഴകൾ ചേർന്നതാണ് DNA തന്മാത്ര എന്ന് പറയുന്നത്. 2 ഇഴകൾ ചേർന്നതാണ്. പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നുള്ള 2 നെടിയ ഇഴകളും നൈട്രജൻ ബേസുകൾ ചേർന്നുള്ള പടികളുമുള്ള ഘടനയുള്ളത് DNA-ക്കാണ്. അപ്പോൾ DNA-യുടെ ഘടന എങ്ങനെയുള്ളതെന്ന് ചോദിച്ചാൽ എന്താണ്? പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നുള്ള 2 നെടിയ ഇഴകൾ. അപ്പോൾ DNA-യുടെ നെടിയ ഇഴകളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ പടികളിൽ എന്താണ്? നൈട്രജൻ ബേസുകളാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘടനയാണ് ആർക്കുള്ളത്? നമ്മുടെ DNA-ക്കുള്ളത്. അപ്പോൾ ഇതാണ് പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നുള്ള വലിയ ഒരു ഇഴ. ഇനി ഇതിൻ്റെ പടികളിൽ എന്താണ്? അതാണ് നൈട്രജൻ ബേസുകൾ. അടുത്ത ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നുണ്ടാകുന്നതാണ് DNA തന്മാത്രകൾ എന്ന് പറയുന്നത്. അപ്പോൾ DNA തന്മാത്രകൾ എന്ത് ചേർന്നാണ് ഉണ്ടാകുന്നത്? ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നാണ് DNA തന്മാത്രകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? DNA തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത്. ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയാണുള്ളത്? ഒരു പഞ്ചസാര തന്മാത്രയുണ്ട്, ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയുണ്ട്, ഒരു നൈട്രജൻ
ബേസ് ഉണ്ട്. അപ്പം ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ പഠിച്ചു, ന്യൂക്ലിയോടൈഡ് ചേർന്നാണ് DNA ഉണ്ടായിരിക്കുന്നത്. ആ ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പഞ്ചസാര തന്മാത്ര, ഒരു ഫോസ്ഫേറ്റ് തന്മാത്ര, ഒരു നൈട്രജൻ ബേസ് എന്നിവയാണ് എന്തിലുള്ളത്? DNA-യിൽ അടങ്ങിയിരിക്കുന്നത്. DNA-യിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഡീഓക്സി റൈബോസ് എന്ന് പറയുന്നത്. അപ്പോൾ DNA-യിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയും? DNA-യിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഡീഓക്സി റൈബോസ്. DNA ഡീഓക്സി റൈബോസ്. നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ളതുമായ തന്മാത്രകളാണ് നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിന് എന്ത് സ്വഭാവമാണുള്ളത്? ക്ഷാര സ്വഭാവമുള്ളതുമായ തന്മാത്രകളാണ് ഏത്? നമ്മുടെ നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത്. DNA-യിൽ അടങ്ങിയിരിക്കുന്ന 4 തരം നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? അപ്പോൾ DNA-യിൽ എത്ര തരം നൈട്രജൻ ബേസുകളുണ്ടെന്ന് ചോദിച്ചാൽ 4 തരം നൈട്രജൻ ബേസുകൾ എന്തിലുണ്ട്? DNA-യിലുണ്ട്. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവയാണ് DNA-യിൽ അടങ്ങിയിരിക്കുന്ന 4 തരം നൈട്രജൻ ബേസുകൾ. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നീ 4 തരം നൈട്രജൻ ബേസുകളാണ് ഏതിലുള്ളത്? DNA-യിലുള്ളത്. DNA-യിൽ അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായും മാത്രമേ ജോഡി ചേരുകയുള്ളൂ. അപ്പോൾ DNA-യുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 4 നൈട്രജൻ ബേസുകളിൽ അഡിനിൻ ആരുമായി ചേരും? തൈമിനുമായി ചേരും. ഇവർ രണ്ടുപേരും ഒരു കൂട്ടാണ്, അഡിനിനും തൈമിനും. അതുപോലെ ഗ്വാനിൻ ആരുമായിട്ടേ ചേരത്തുള്ളൂ? സൈറ്റോസിനുമായിട്ടേ ചേരത്തുള്ളൂ. അവർ രണ്ടുപേരും ഒരു കൂട്ട്. അങ്ങനെയാണ് ജോഡി ചേരുന്നത്. DNA-യുടെ ഘടന തിരിച്ചറിയാൻ എക്സ് കിരണങ്ങൾ ഉപയോഗിച്ച് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ DNA-യുടെ ഘടന തിരിച്ചറിയാൻ വേണ്ടി എന്ത് ചെയ്തു? എക്സ് കിരണങ്ങൾ ഉപയോഗിച്ച് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അതാണ് നമ്മുടെ റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ റോസലിൻഡ് ഫ്രാങ്ക്ലിനാണ് എന്ത് ചെയ്തത്? എക്സ് കിരണങ്ങളെ ഉപയോഗിച്ച് DNA-യുടെ ഘടന തിരിച്ചറിയാനുള്ള പരീക്ഷണം നടത്തിയത്. വാട്സണും ക്രിക്കിനും DNA-യുടെ തന്മാത്ര ഘടന അനാവരണം ചെയ്യാൻ കഴിഞ്ഞത് DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രത്തിൽ നിന്നാണ്. അപ്പം നമ്മുടെ റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ത് ചെയ്തു? DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളൊക്കെ എടുത്ത് പരീക്ഷണം നടത്തി. എക്സ് കിരണം വെച്ചിട്ട് പരീക്ഷണമൊക്കെ നടത്തി വെച്ചപ്പോൾ വാട്സണും ക്രിക്കനും DNA-യുടെ തന്മാത്ര ഘടന അനാവരണം ചെയ്യാൻ ഈസി ആയിട്ട് സാധിച്ചു. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് DNA-യുടെ തന്മാത്ര ഘടന അനാവരണം ചെയ്യാൻ കഴിഞ്ഞതെങ്ങനെയാണ്? DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രത്തിൽ നിന്നാണ്. അടുത്ത നമ്മൾ പഠിക്കുന്നത് RNA കുറിച്ചാണ്. റൈബോ ന്യൂക്ലിക് ആസിഡാണ് RNA എന്ന് പറയുന്നത്. റൈബോ ന്യൂക്ലിക് ആസിഡാണ് RNA. RNA എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിക് ആസിഡാണ്. അപ്പോൾ RNA-യുടെ പ്രത്യേകത അതെന്താണ്? RNA ഒരു ന്യൂക്ലിക് ആസിഡാണ്. RNA നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. അപ്പോൾ RNA ന്യൂക്ലിക് ആസിഡാണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? RNA നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് RNA നിർമ്മിച്ചിരിക്കുന്നത്. RNA-യിൽ കാണപ്പെടുന്നത് റൈബോസ് പഞ്ചസാരയാണ്. അപ്പോൾ RNA-യിൽ കാണപ്പെടുന്ന പഞ്ചസാരയാണ് ഏത്? റൈബോസ് പഞ്ചസാര. RNA-യിൽ കാണപ്പെടുന്ന പഞ്ചസാരയാണ് റൈബോസ് പഞ്ചസാര. DNA-യുടെ മറ്റ് സന്ദേശവാഹകരാണ് tRNA, അതുപോലെ rRNA എന്നിവ. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ DNA-യുടെ മറ്റ് സന്ദേശവാഹകർ ആരൊക്കെയാണ്? tRNA-യും rRNA-യുമാണ്. tRNA എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ RNA ആണ് tRNA, ട്രാൻസ്ഫർ RNA. rRNA എന്ന് പറഞ്ഞാൽ എന്താണ്? റൈബോസോമൽ RNA ആണ് rRNA. അപ്പോൾ DNA-യുടെ സന്ദേശവാഹകരാണ് ഈ tRNA-യും rRNA-യും. അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് എത്തിക്കുന്ന RNA ആണ് tRNA. അപ്പോൾ tRNA-യുടെ പ്രത്യേകത എന്താണ്? അമിനോ ആസിഡുകൾ എവിടേക്ക് എത്തിക്കും? റൈബോസോമിലേക്ക് എത്തിക്കുന്നതാണ് tRNA. ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അമിനോ ആസിഡുകൾ എന്ത് ചെയ്യുന്നു? റൈബോസോമിലേക്ക് എത്തിക്കുന്നത് ട്രാൻസ്ഫർ RNA ആണ്.
റൈബോസോമിൻ്റെ ഭാഗമായി കാണപ്പെടുന്ന RNA ആണ് rRNA. അപ്പോൾ റൈബോസോമിലേക്ക് എന്താണ് അമിനോ ആസിഡുകൾ എത്തിക്കുന്ന RNA ആണ് tRNA. റൈബോസോമിൻ്റെ ഭാഗമായി കാണുന്ന RNA ആണ് ഏത് rRNA. അടുത്ത നമ്മൾ മനുഷ്യനിലെ ക്രോമസോമുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. മനുഷ്യനിലെ ക്രോമസോമുകൾ നോക്കാം. മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 46 എണ്ണമാണ്. അപ്പോൾ മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം 46. സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? അതിൽ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം 44 അപ്പോൾ മനുഷ്യനിൽ മൊത്തം ക്രോമസോമുകളുടെ എണ്ണം ചോദിച്ചാൽ 46 എണ്ണമുണ്ട്. അതിൽ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 44 എണ്ണമാണ്. ലിംഗനിർണയ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? അത് 2 അപ്പോൾ ലിംഗനിർണയ ക്രോമസോമുകൾ 44 എന്താണ് സ്വരൂപ ക്രോമസോമുകളുണ്ട്. ലിംഗനിർണയ ക്രോമസോമുകൾ എത്രയുണ്ട്? അത് 2 എണ്ണമാണ്. ലിംഗനിർണയ ക്രോമസോമുകൾ 2 എണ്ണമാണ്. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് സ്വരൂപ ജോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേരുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? നമ്മൾ 2 എണ്ണം ചേരുമ്പോഴാണല്ലോ ഒരു ജോഡി. അപ്പോൾ 2 ക്രോമസോമുകൾ ചേരുന്നതാണ് സ്വരൂപ ജോഡി എന്ന് പറയുന്നത്. സ്വരൂപ ജോഡി അതാണ് എന്ത്? 2 ക്രോമസോമുകൾ ചേർന്നാൽ എന്തുണ്ടാകും? ഒരുപോലുള്ള 2 ക്രോമസോമുകൾ ചേരുമ്പോൾ സ്വരൂപ ജോഡി ഉണ്ടാകും. മനുഷ്യരിലെ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം 22 ജോഡിയാണ്. അപ്പോൾ അങ്ങനെയുള്ള എത്ര സ്വരൂപ ക്രോമസോം മനുഷ്യർക്കുണ്ട്? 22 ജോഡി സ്വരൂപ ക്രോമസോമുകളാണ് മനുഷ്യരിലുള്ളത്. അപ്പോൾ ഒരേപോലുള്ള 2 ക്രോമസോമുകൾ ചേർന്നാൽ നമ്മൾ ഒരു ജോഡി എന്ന് പറയും. അങ്ങനെയുള്ള 22 ജോഡി സ്വരൂപ ക്രോമസോമുകൾ ആർക്കുണ്ട്? മനുഷ്യർക്കുണ്ട്. ലിംഗനിർണയ ക്രോമസോമുകളാണ് ഏതൊക്കെ? X, Y എന്നിവ. അപ്പോൾ X, Y എന്നിവയാണ് എന്ത്? ലിംഗനിർണയ ക്രോമസോമുകൾ. Xഉം Yയുമാണ് ലിംഗനിർണയ ക്രോമസോം. അടുത്ത് സ്ത്രീകളിലെ ജനിതക ഘടന എങ്ങനെയുള്ളതാണ്? സ്ത്രീകളിലെ ജനിതക ഘടന എന്ന് പറയുന്നത് 44+XX എന്നതാണ്. 44+XX എന്നതാണ് ആരിലെ? സ്ത്രീകളിലെ ജനിതക ഘടന. ഇനി പുരുഷന്മാരിലെ ജനിതക ഘടന എങ്ങനെയാണ്? 44+XY ആണ്. XY ആണ് പുരുഷന്മാർക്ക്. 44+X വന്ന സ്ത്രീകളിലെ ജനിതക ഘടനയാണ്. 44+XY വന്നാൽ ആരിലെ ജനിതക ഘടനയാണ്? പുരുഷന്മാരിലെ ജനിതക ഘടനയാണ്. ഊനഭംഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമുകൾ ജോഡി ചേർന്ന് ക്രോമസോമിൻ്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്ന പ്രവർത്തനമാണ് ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്രോമസോം മുറിഞ്ഞു മാറുന്നത് എപ്പോഴാണ്? ഊനഭംഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമുകൾ എന്ത് ചെയ്യും? ജോഡി ചേർന്ന് ക്രോമസോമിൻ്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. അപ്പോൾ ഊനഭംഗം നടക്കുമ്പോൾ ഈ ക്രോമസോമുകൾ എന്ത് ചെയ്യും? അവർ ജോഡി ചേർന്നിട്ട് പരസ്പരം എന്ത് ചെയ്യും? ക്രോമസോമിൻ്റെ ഭാഗങ്ങൾ കൈമാറുന്നു. അപ്പോൾ ഇതാണ് ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ എന്ന് പറയുന്നത്. അടുത്ത തലമുറയിലെ സന്താനങ്ങൾ പുതിയ സ്വഭാവങ്ങൾ പ്രകടമാകുന്നതിന് കാരണം എന്താണ്? ജീനുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഈ ജീനുകളെ വിന്യസിച്ചിരിക്കുന്നതിലുള്ള വ്യത്യാസം കൊണ്ടാണ് അടുത്ത തലമുറയിലെ സന്താനങ്ങൾക്ക് പുതിയ സ്വഭാവങ്ങൾ പ്രകടമാകുന്നതിന് കാരണം. അടുത്ത് ക്രോമസോം നമ്പറിലെ ജീനിൻ്റെ തകരാറും അതുമൂലമുണ്ടാകുന്ന രോഗങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ ക്രോമസോം നമ്പറിലെ ജീനിൻ്റെ തകരാറും അതുമൂലമുള്ള രോഗങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്രോമസോം നമ്പർ 11ൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ ഏത് ക്രോമസോം നമ്പർ തകരാറുന്നത് മൂലമുണ്ടാകുന്നതാണ്? ക്രോമസോം നമ്പർ 11 എന്തിന് കാരണം? സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണം. ഇനി ക്രോമസോം നമ്പർ 14 എന്തിന് കാരണം? അൽഷിമേഴ്സ് രോഗത്തിന് കാരണം. അപ്പോൾ 11 സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണം, 14
എന്തിന്? അൽഷിമേഴ്സ് രോഗത്തിന് കാരണം. ക്രോമസോം നമ്പർ 9 എന്തിന് കാരണം? മെലനോമ അല്ലെങ്കിൽ ത്വക്കിലെ ക്യാൻസറിനാണ് കാരണമാകുന്നത്. അപ്പം മെലനോമ ക്രോമസോം അല്ലെങ്കിൽ ത്വക്കിലെ ക്യാൻസറിന് കാരണം ഏതാണ്? ക്രോമസോം നമ്പർ 9. അപ്പോൾ ഇവയാണ് എന്ത്? ക്രോമസോമിൻ്റെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. അപ്പോൾ നമ്മൾ ഓരോ ക്രോമസോം നമ്പർ പറഞ്ഞു. നമ്പർ 11 ആണെങ്കിൽ സിക്കിൾ സെൽ അനീമിയ, നമ്പർ 14 ആണെങ്കിൽ അൽഷിമേഴ്സ്, നമ്പർ 9 ആണെങ്കിൽ എന്താണ്? മെലനോമ അല്ലെങ്കിൽ എന്താണ്? ത്വക്കിലെ ക്യാൻസറാണ് ഉണ്ടാകുന്നത്. മാതാപിതാക്കളുടെ ക്രോമസോമുകൾ സന്താനങ്ങളിലെത്തുന്നത് ബീജകോശങ്ങളിലൂടെയാണ്. അപ്പം മാതാപിതാക്കളുടെ ക്രോമസോമുകൾ സന്താനങ്ങളിൽ എങ്ങനെ എത്തും? ബീജകോശങ്ങളിലൂടെയാണ് മാതാപിതാക്കളുടെ ക്രോമസോമുകൾ സന്താനങ്ങളിൽ എത്തിക്കുന്നത്. ഇനി മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിൽ രൂപപ്പെടുന്നതിന് കാരണം എന്താണ്? അലീൽ ചേർച്ചയിൽ വ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ അലീലിൻ്റെ ചേർച്ചയിൽ വ്യത്യാസം വന്നാൽ എന്ത് ചെയ്യും? മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളാൽ രൂപപ്പെടും, സന്താനങ്ങളിൽ രൂപപ്പെടും. അടുത്ത തലമുറയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? അതാണ് ബീജസംയോഗം. അപ്പോൾ ഈ ബീജസംയോഗം മൂലമാണ് അടുത്ത തലമുറയിൽ എന്തുണ്ടാകുന്നത്? വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത്. ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് ഉൽപരിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഉൽപരിവർത്തനം എന്ന് പറഞ്ഞാൽ? ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളെയാണ് നമ്മൾ ഉൽപരിവർത്തനം എന്ന് പറയുന്നത്. ഉൽപരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റമാണ് ഉൽപരിവർത്തനം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എന്താണ്? 44XX എന്ന് പറയുന്നത് സ്ത്രീകളിലെ ജനിതക ഘടന, 44XY എന്ന് പറയുന്നത് ആരിലെയാണ്? പുരുഷന്മാരിലെ ജനിതക ഘടനയാണ് എന്ന് നമ്മൾ പഠിച്ചു. അടുത്ത് ഉൽപരിവർത്തനങ്ങൾക്ക് കാരണമാകുന്നത് DNA ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകളും ചില പ്രത്യേക രാസവസ്തുക്കൾ അതുപോലെ വികിരണങ്ങൾ എന്നിവയാണ് എന്തിന് കാരണമാകുന്നത്? ഉൽപരിവർത്തനങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ ഉൽപരിവർത്തനങ്ങൾക്ക് കാരണമാകുന്നത് എന്തൊക്കെയാണ്? DNA ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ, ചില പ്രത്യേക രാസവസ്തുക്കൾ, വികിരണങ്ങൾ എന്നിവ എന്തിന് കാരണമാകുന്നു? ഉൽപരിവർത്തനങ്ങൾക്ക് കാരണമാകുന്നു. ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നതിന് കാരണമാണ് എന്താണ്? അത് ഉൽപരിവർത്തനമാണ്. അപ്പോൾ ജീനുകൾ ഉൽപരിവർത്തനത്തിലൂടെയാണ് ജീനുകൾ എന്ത് ചെയ്യുന്നത്? തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നതിന് കാരണം ഉൽപരിവർത്തനമെന്നാണ് പറയുന്നത്. കുട്ടി ആണാകുന്നതിനും പെണ്ണാകുന്നതിനും നിർണായകമാകുന്നത് എന്താണ്? പിതാവിൽ നിന്നുള്ള XY ലിംഗ ക്രോമസോമുകളാണ്. അപ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് പിതാവിൽ നിന്നുള്ള XY ലിംഗ ക്രോമസോമുകളാണ്. ലിംഗ ക്രോമസോമുകൾ XX ആയാൽ കുട്ടി എന്താവും? പെൺകുട്ടിയാവും. അപ്പോൾ പിതാവിൽ നിന്നുള്ള XY ലിംഗ ക്രോമസോമുകളാണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ലിംഗ ക്രോമസോമുകൾ XX ആയാൽ കുട്ടി എന്താകും? പെൺകുട്ടിയാകും. ലിംഗ ക്രോമസോമുകൾ XY ആയാൽ കുട്ടി എന്താകും? ആൺകുട്ടിയാകും. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണ പ്രോട്ടീനാണ് ഏത്? മെലാനിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ത്വക്കിന് നിറം നൽകുന്നത് ആരാണ്? മെലാനിൻ എന്ന് പറയുന്ന വർണ്ണക പ്രോട്ടീനാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും
സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോസ് കാണുക. അതുപോലെ ഇതുവരെയുള്ള വീഡിയോസ് കാണാത്തവർക്ക് ആ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ നിർത്തുന്നു. താങ്ക് യു.